ഹലോ ഗൈസ്, നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഡി എസ് ഇറേ എന്ന പടത്തിൻ്റെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. രാഹുൽ സദാശിവ എന്ന ഡയറക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ ഭൂതകാലത്തിലും പ്രമേഹത്തിലും ഒക്കെ കണ്ടതാണ്. അതുപോലെ തന്നെയുള്ളൊരു പടമാണ് ഡയസറി. പുള്ളിയുടെ മാക്സിമം ഈ പടത്തിന് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഔട്ട്പുട്ട് തന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുമുണ്ട്. ഞാൻ ഭൂതകാലം തിയേറ്ററിൽ പോയി കണ്ടതല്ല, അതുകൊണ്ട് തന്നെ ഭൂതകാലത്തിൻ്റെ ആ ഒരു ഹൊറർ സാധനം എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഡയസിറെ ഒരു പടി മേലെ നിൽക്കുന്നത് പോലെ തോന്നി. അതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ OTT കണ്ടതുകൊണ്ട് എനിക്ക് ഡയസിറെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു, ഭൂതകാലത്തിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടു. പടത്തിൻ്റെ കാസ്റ്റിനെ പറ്റി നമുക്ക് ആദ്യം പറയാം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കാസ്റ്റ് മാത്രമാണ് ഈ പടത്തിലുള്ളൂ. അതിൽ തന്നെ വെറും 5-6 മെയിൻ കാസ്റ്റാണുള്ളത്. അതിൽ ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് നമ്മളെ പ്രണവിനെ പറ്റിയിട്ടാണ്. പുള്ളിയുടെ അഭിനയത്തിനെ പറ്റി പറയുന്നതിന് മുന്നേ പുള്ളി എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണെന്നറിയോ. ഒടുക്കത്തെ ലുക്കും ഭയങ്കര സ്ക്രീൻ പ്രസൻസും. ആ ക്യാരക്ടറിലേക്ക് പുള്ളി അങ്ങ് ഇൻവോൾവ് ആയി. പുള്ളിയുടെ ക്യാരക്ടറിനെ പറ്റി ഒരു ചെറിയൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു വലിയ പൈസക്കാരനാണ്, ഭയങ്കര വലിയ പൈസക്കാരൻ. അതിൻ്റെ എല്ലാ ജാടയും അതിൻ്റെ എല്ലാ ഒരു തലതെറിച്ച പൈസക്കാരുണ്ടാവില്ലേ, അങ്ങനത്തെ രീതിയിലൊരു ക്യാരക്ടറാണ് പുള്ളിയുടെ ഈ പടത്തിൽ. ഒരു പ്ലേ ബോയ് എന്നൊക്കെ പറയാം. ആ ക്യാരക്ടർ പുള്ളി തുടക്കം മുതൽ അവസാനം വരെ പുള്ളിക്ക് കൊടുത്ത ക്യാരക്ടർ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. എവിടെയും പുള്ളിയുടെ ആ ക്യാരക്ടർ മെയിൻ്റെനൻസിൽ വീണു പോയിട്ടില്ല എന്നുള്ളതാണ്. പുള്ളി എന്താണ്, പ്രണവ് എന്താണെന്നുള്ളത് നമുക്ക് ഈ പടം കണ്ടാൽ മനസ്സിലാവും. ഇതുവരെ കണ്ട പ്രണവേ അല്ല ഈ പടത്തിൽ. പ്രണവ് വേറെ ഒരു പ്രണവിനാണ് നമുക്കിത് കാണാൻ പറ്റിയത്. എന്താ പറയുക, ലാലേട്ടൻ്റെ മോനല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, പുള്ളിയെ നല്ല ഡയറക്ടർമാരുടെ കയ്യിൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ നല്ല പെർഫോമൻസസ് നമുക്ക് ഇനിയും കാണാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഓരോ സീൻസ് അഭിനയിച്ചത്, ഓരോ പ്രോപ്പർട്ടീസ് വെച്ച് അഭിനയിക്കുന്നത്, ഓരോ എക്സ്പ്രഷൻസ് ഇടുന്നത്, ഈ പടത്തിൽ മൊത്തം അധികവും ഒരു 60% പുള്ളിയുടെ ക്ലോസപ്പ് ഷോട്ട്സാണ്. നിറയെ ക്ലോസപ്പ് ഷോട്ട്സാണ്. ആ ക്ലോസപ്പ് ഷോട്ട്സിലെല്ലാം പുള്ളി ആ ഇമോഷൻസ് കൺവേ ചെയ്തിട്ടുണ്ട്. അഭിനയിക്കുക ഈ ഇങ്ങനത്തെ ഒരു ക്ലോസപ്പ് ഷോട്ട്സിലെല്ലാം ഇങ്ങനെ രീതിയിൽ അഭിനയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല, നമുക്ക് എന്തായാലും പറയാൻ പറ്റും ഇപ്പം മോളിവുഡിലുള്ള യുവനടന്മാരിൽ നല്ലൊരു നടൻ തന്നെയാണ് പ്രണവ് എന്നും നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിൽ പുള്ളി ഈ പടത്തിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പടം കാണാതെ ആളാണെങ്കിൽ ഇനി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുള്ളതാണ്. പിന്നെ പുള്ളിനെ പറ്റിയിട്ട് ഒന്നും നെഗറ്റീവ് ഒന്നും നമുക്ക് പറയാനില്ല. പുള്ളിയുടെ മാക്സിമം ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസും കരിയർ ബെസ്റ്റ് മൂവിയും ഡയസറി ആയിരിക്കും എന്തായാലും. പിന്നെ ഇതിൽ എനിക്ക് പറയാൻ തോന്നിയ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ, നമ്മളെ ഒരു പോറ്റിയുണ്ട് ഇതിൽ, കോൺട്രാക്ടറായിട്ടാണ് കാണിക്കുന്നത്. പുള്ളി ഇതിലുണ്ട്. പുള്ളി പെർഫോം ചെയ്ത് വെച്ചേക്കുന്നത്, പുള്ളി കുറേ പടത്തിലാണ്, എനിക്ക് പുള്ളിയുടെ പേരറിയില്ല കേട്ടോ, അതുകൊണ്ട് ആ പേര് പറയാതെ. ഒരു പോറ്റിയുണ്ട്. പുള്ളീനെ കണ്ടപ്പോൾ എനിക്ക് ഭ്രമയോഗം ആയിട്ട് കണക്ട് ചെയ്ത പോലെ തോന്നി. പുള്ളിയുടെ ഫുൾ നെയിം ഒക്കെ പറഞ്ഞ് പുള്ളിയുടെ കാരണന്മാരൊക്കെ കാണിച്ചപ്പോൾ ചിലപ്പോൾ ആയിരിക്കാം, അല്ലാതിരിക്കാം, എനിക്ക് അങ്ങനെ തോന്നി. പുള്ളിയുടെ ആക്ടിങ് ഒക്കെ കാണണം. ഈ പടത്തിൽ എല്ലാവരും നല്ല പെർഫോമൻസാണ്. ആർക്കും ഒരു ഡൗൺ ഗ്രേഡോ ഒന്നുമില്ല. നല്ല രീതിയിൽ എല്ലാവരും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ നമുക്ക് പ്രേതത്തിൻ്റെ ആ ഒരു, ഇതൊരു ഹൊറർ പടമാണല്ലോ, പ്രേതത്തിൻ്റെ ആ ഒരു പേടി പോലെ തന്നെ പുള്ളിയുടെ കണ്ണെല്ലാം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേടി വരും. അമ്മാരി എക്സ്പ്രഷൻസ്, മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് എല്ലാം പ്രണവായാലും പുള്ളിയായാലും ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ആസ്തറ്റിക് കുഞ്ഞമ്മ അറിയാലോ, പുള്ളി എന്തൊരു പെർഫോമറാണ്. പുള്ളി പോസ്റ്റർ ഡിസൈനിങ് എല്ലാം ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുന്നേ പടക്കളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും നല്ല ഉഗ്രം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. കിട്ടിയ സ്പേസിൽ പുള്ളിയും തകർത്തിട്ടുണ്ട്. എജ്ജാതി ഒരു ഫുട്ബോൾ തട്ടുന്ന സീനൊക്കെ ഉണ്ട് ടെറസിൽ നിന്ന്. ആ സമയത്തുള്ള പുള്ളിയുടെ ആ ഡയലോഗ് ഡെലിവറി, എക്സ്പ്രഷൻസ്, ആ ബോഡി ലാംഗ്വേജ്, അതൊക്കെ കാണേണ്ട സാധനങ്ങളാണ്. പിന്നെ പ്രണവുമായിട്ടുള്ളൊരു കോൺഫറൻസ് ഉണ്ട്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലിന് ഒരു 10-15 മിനിറ്റ് മുന്നെയാണെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെയുള്ള പുള്ളിയുടെ ആക്ടിങ് ഭയങ്കര തന്നെയാണ്. ഒരു പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി അഭിനയം തന്നെ ആസ്തറ്റിക് കുഞ്ഞമ്മയും പടത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും എല്ലാവരും നല്ല വെടിപ്പായിട്ട് തന്നെ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അമ്മച്ചിയുണ്ട്. ഏത് അമ്മച്ചിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്പോയിലർ ആവും. അമ്മച്ചിൻ്റെ ഒരു ഫൈറ്റെല്ലാം ഉണ്ട് മക്കളെ, ഈ അജാതി ഫൈറ്റ് എന്നാ, നമുക്ക് ലാലേട്ടനെല്ലാം ഫൈറ്റ് ചെയ്യുന്ന പോലെയെല്ലാം തോന്നുന്നത്. അങ്ങനെ നല്ല നല്ല രീതിയിൽ അമ്മച്ചി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ പറയേണ്ട ഒരു ക്യാരക്ടർ, പടത്തിൽ പുള്ളി ഇല്ല, പക്ഷേങ്കിൽ പുള്ളിയുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഒരു ക്യാമിയോ ആണ്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല.
ഫോട്ടോ കാണിക്കും പടത്തിൽ. ആ ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ ആ ഫോട്ടോ കാണിച്ചപ്പോൾ തൊട്ടിട്ട് ഇൻ്റർവെൽ അല്ല, ക്ലൈമാക്സ് വരെ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഡയറക്ടറിന് പുള്ളിയുടെ പ്രസൻസ് നമുക്ക് തോന്നിക്കാൻ പറ്റി. നമുക്ക് ആ പുള്ളി സിനിമയിലുള്ളത് പോലെ തോന്നും, പക്ഷെ പുള്ളി സിനിമയിലില്ല. പുള്ളിയുടെ പ്രസൻസ് പക്ഷെ നമുക്ക് അനുഭവപ്പെടും. അങ്ങനത്തെ രീതിയിൽ ആ ഒരു ക്യാരക്ടറിനെ അവിടെ കാണിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പുള്ളി ഒരു സീനിൽ പോലും അവിടെ വരുന്നില്ല, പുള്ളിയുടെ ഒരു സൗണ്ട് ഇല്ല, ഒന്നുമില്ല. ആ പുള്ളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു ഡാൻസ് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അടുക്കുന്ന എത്തി നോക്കലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തോന്നും ആ പുള്ളി അവിടെ നിന്ന് എത്തി നോക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ പുള്ളി അങ്ങനെ ഒരു സീനില്ല, നമുക്ക് എത്തി നോക്കുന്ന പോലെ തോന്നും. ആ രീതിയിൽ രാഹുൽ സദാശിവൻ അത് പോർട്രേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആ പുള്ളി കുറേ മലയാളം പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇനിയും അഭിനയിക്കും. പക്ഷേ ഫേസ് കാണിച്ചതോ സൗണ്ട് ചെയ്തതോ ആയ എത്രയോ സിനിമകളുണ്ടെങ്കിൽ അതിലൊന്നും കിട്ടാത്ത തരത്തിലൊരു സ്ക്രീൻ പ്രസൻസ് ഈ അഭിനയിക്കാത്ത പടത്തിൽ പുള്ളിക്ക് കിട്ടിയിട്ടുള്ളതാണ് പറയാനുള്ളത്. നല്ല രീതിയിൽ ആ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിനെ നമുക്കിതിൽ രാഹുൽ സദാശിവനെ ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാട്ടോ. ആരെ പറ്റി നമുക്കൊന്നും നെഗറ്റീവ് ഒന്നും പറയാനില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാസ്റ്റുമാണ്, നല്ല രീതിയിൽ എല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് പടത്തിൻ്റെ സൗണ്ട് മിക്സിങ്. എജാതി സൗണ്ട് മക്കളെ, സൗണ്ട് മിക്സിങ് ഒന്നുകൊണ്ട് മാത്രം നമുക്ക് പല സ്ഥലത്തും പേടി തോന്നും. ഈ സൗണ്ട് മിക്സിങ് ഈ പടത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഘടകമാണ്. ഓരോ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ടിങ് എല്ലാം ഉണ്ട്. അതൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഞാൻ എത്രയോ പ്രാവശ്യം ഉയ്യൻ്റെ അമ്മേ എന്നെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഓരോരോരോ സൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പടത്തിൽ നല്ല പണിയെടുത്തിട്ടുണ്ട്. പിന്നെ പറയാമെന്ന് വെച്ചാൽ ഓരോ ആംഗിൾസ്, പാനിങ് ഷോട്ടൊക്കെ, കുറേ പാനിങ് ഷോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഹൊറർ ഫീൽ വരുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറേ പാനിങ് ഷോട്ട് ഉണ്ട്, അതേപോലെ കുറേ ക്ലോസപ്പ് ഷോട്ട് ഉണ്ട്. ഈ ഷോർട്സ് എടുത്ത വ്യക്തിയെ നമ്മൾ അഭിനന്ദിക്കണം, ഡയറക്ടറെ അഭിനന്ദിക്കണം. ഈ ഷോർട്സിലെല്ലാം നിന്ന് പ്രണവ് മോഹൻലാലിനെ നമ്മൾ അഭിനന്ദിക്കണം. പ്രണവ് മോഹൻലാൽ അയ്യോ ക്ലോസപ്പ് ഷോർട്സിൽ ഇങ്ങനെ കിടന്ന് അഭിനയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണവിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു സാധനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ പ്രണവിൻ്റെ ഓപ്പണിങ് സീൻ ഉണ്ടല്ലോ, അതൊന്നും സീനാണ്. നമ്മൾ പ്രണവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ട ഈ പ്രണവ് എന്ന് പറഞ്ഞ മനുഷ്യനെ നമുക്ക് ആ റോള് ചിന്തിക്കാൻ പറ്റൂല. എല്ലാവരും തിയേറ്ററിൽ ഈ റോള് കണ്ടുതരാം, അയ്യോ ഇത് പ്രണവാ, എടാ പ്രണവേ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രണവിനെ നമുക്ക് അങ്ങനത്തെ ഒരു റോളിൽ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് വേണമല്ലോ. ഇത് പ്രണവും നല്ല രീതിയിൽ പ്രണവിന്റെ ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രണവ് ഒടുക്കത്തെ ലുക്കാണ് ഈ പടത്തിൽ, മുടിഞ്ഞ ഒടുക്കത്തെ ലുക്ക്, മുടി വെച്ചിട്ടുള്ള ലുക്കായാലും. പിന്നെ പ്രണവ് കുറച്ച് നമ്മളെ സെയിൻ മാനിക്കട്ട് എന്നെല്ലാം പറയില്ല, അതേപോലെ ഒരു ക്രോപ്ഡ് മുടിയായിട്ട് വരുന്നുണ്ട്. പുള്ളി തന്നെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ലുക്കിലും ഈ രണ്ട് ലുക്കിലും പ്രണവ് ഒടുക്കത്തെ ലുക്കാണ്. അതുമാത്രമല്ല പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ്, പുള്ളിയുടെ ഒരു ഓറ എല്ലാം, നമുക്ക് പ്രണവ് എന്ന് പറഞ്ഞ ആക്ടറിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും. പുള്ളിയുടെ പല പടങ്ങളിലെയും മെയിനായിട്ടുള്ള ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഡയലോഗ് ഡെലിവറി ആയിരുന്നു. ഈ പടത്തിൽ അതുപോലുമില്ല, നല്ല കിടിലൻ ഡയലോഗ് ഡെലിവറി നല്ല രീതിയിൽ എല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രണവിന് അയ്യോ, പ്രണവ് എന്ന് പറഞ്ഞ പെർഫോമറാ നമുക്കിതിൽ കാണാൻ പറ്റും. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പടം ഇതായിരിക്കും, കരിയർ ബെസ്റ്റ് പെർഫോമൻസും ഇത് തന്നെയായിരിക്കും. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടത്തിനെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ഫാസ്റ്റ് വേസ്ഡ് ആയിട്ട് പോകുന്ന പടമാണിത്. പടത്തിൽ കുറേ ജംസ്കെയർ സീൻസ് ഉണ്ട്. എല്ലാ ജംസ്കെയർ സീൻസിലും നമ്മൾ പേടിക്കും, ഉറപ്പാണ്. പേടിയുള്ള ആള് എന്നെ പോലത്തെ, ഞാൻ പറയുന്ന ചെറിയ പേടിയെന്നല്ല, ഞാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. അതേപോലെ എന്നെ പോലെ പേടിയുള്ള ആളൊന്നും ഈ പടത്തിന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് തിയേറ്റർ എക്സ്പീരിയൻസിന്. എനക്ക് പേടിയായിട്ട് എന്നാ ചെയ്യേണ്ടത് ശരിയായിട്ട് ഇപ്പുറത്ത് അനർങ്ങിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ നടക്കാൻ തോണ്ടു, ഇങ്ങനെയൊക്കെ ഇരിക്കും. അങ്ങനത്തെ കുറേ കളി ഞാൻ കളിച്ചിന്. എനിക്ക് നല്ല രീതിയിൽ പേടിയായിന് കേട്ടോ. രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടറിന് ഈ ഒരു ചെറിയ പ്ലോട്ട് വെച്ചിട്ട് നമ്മളെ പേടിപ്പിക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഇതുവരെ ടിപ്പിക്കലായിട്ട് കണ്ട പോലെ അയ്യോ പ്രേതം വരുന്നത്, സാരി ഉടുത്തിട്ട് വരുന്നത്, അല്ലെ പ്രേതം വന്ന് കത്ത് പിടിക്കുന്നത്, അങ്ങനത്തെ സാധനങ്ങളൊന്നുമേ ഈ പടത്തിൽ. അങ്ങനത്തെ സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, 2-3 സ്ഥലത്തുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഓരോ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുന്നത്. ഈ ഹെയർ പിന്ന്, പിന്നെ ഐസ്ക്രീമിൻ്റെ ഡബ്ബ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ പല സ്ഥലത്തും ഈ ഒച്ചയെല്ലാം വരും, സൗണ്ടെല്ലാം വരും, നമ്മൾ ഇപ്പം എന്തെങ്കിലും വരും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ അവിടെ വരില്ല. പക്ഷേങ്കിൽ ചില സ്ഥലത്ത് പെട്ടെന്ന് വരും.
അപ്പം അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് പേടിപ്പിക്കാൻ രാഹുൽ സദാശിവന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ വലിയൊരു പോസിറ്റീവ്. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവെൽ സീൻ. ഇൻ്റർവെൽ ഇത് കിടില സാധനം. നല്ല രീതിക്ക് നമ്മൾ പേടിച്ച്, നല്ല രീതിക്ക് പേടിക്കുന്ന വെച്ചാൽ പേടിക്കും, അമ്മാതിരി സാധനമാണ് ഇൻ്റർവെൽ സീൻ. അയ്യോ, അത് തൂക്കീന്, പ്രണവും തൂക്കീന്. പിന്നെ ഒരു പ്രേതത്തിന് ആ ഒരു ലൈറ്റ്, ഒരു എന്ത് ലൈറ്റ്, ലോ ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു പോർട്രയലുണ്ട്, ഷേഡോ വെച്ചിട്ടുള്ള ഒരു പോർട്രയലുണ്ട്. അത് നല്ല കിടിലനായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഇൻ്റർവെൽ കിടിലനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ തന്നെയാണ്, നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. എവിടെ ഒരു ലാഗോ സ്ലോ ആണ്, നല്ല ഫാസ്റ്റായിട്ട് പോയി. ആകെ പടം 1 മണിക്കൂർ 55 മിനിറ്റാണുള്ളത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. അത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അനാവശ്യമായ സീനൊന്നും കുത്തിക്കയറ്റാണ്ട് ആവശ്യമായിട്ടുള്ള സീൻസ് മാത്രം വെച്ചിട്ട് പറ്റുന്ന ടൈമിൽ അത് വെച്ച് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോയി. ക്ലൈമാക്സിലല്ല, അയ്യോ പേടിയെന്ന് വെച്ചാൽ അങ്ങേറ്റത്തെ പേടി. എന്താ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ഇത് സ്പോയിലറാണ്. അത് നമുക്ക് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പലർക്കും ഈ പടം കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ പല ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ചങ്ങായിമാരിൽ ഇരുന്ന് ആലോചിച്ചാൽ നമുക്ക് പലതിനും ഉത്തരം കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ആ ചിന്തകൾ ശരിയായിരിക്കുന്നു വിചാരിക്കുന്നത്. അതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ പിന്നെ ഷെയർ ചെയ്യും. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. പിന്നീട് ഷെയർ ചെയ്യാം, ഇത് എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന രീതിയിലോ അല്ലെങ്കിൽ സ്പോയിലർ വീഡിയോ എന്നുള്ള രീതിയിൽ പിന്നീട് ഷെയർ ചെയ്യാം. അങ്ങനെ പല ചോദ്യങ്ങൾ നമുക്കുണ്ടാവും. എന്ത് തന്നെ ആയാലും ഈ പടം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. ഒരിക്കലും നിങ്ങൾ OTT കാത്ത് നിൽക്കരുത്. ഒരു ഹൊറർ പടം എന്താണ്, നമ്മളെ ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവി നമുക്ക് പറയാൻ പറ്റും. ഹോളിവുഡ് ലെവൽ സ്റ്റഫാണ് മക്കളെ ഇത്. നമുക്ക് ആരോടും ഇതാണ് മലയാളം സിനിമ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റിയൊരു പടമാണിത്. പിന്നെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിനു മുന്നേ ഇപ്പോൾ ഇതുവരെയും ഈ പടത്തിൻ്റെ റിലീസ് വരെയും നമ്മളെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ, ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടിയ എ റേറ്റഡ് മൂവി മാർക്കോയാണ്. എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മാർക്കോൻ്റെ റെക്കോർഡ് ഈ DS ഇറേ എന്ന് പറഞ്ഞ പടം തകർക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മാർക്കോൻ്റെ കളക്ഷനെക്കാട്ടും മേലെ ഈ എ റേറ്റഡ് മൂവിയല്ല DS ഇറേ പോയിരിക്കും. അങ്ങനെ പോകണം, അതിന് മാത്രമുള്ള സാധനം ഉണ്ട് ഈ പടം. ഐ ഹോപ്പ് മലയാളി ഓഡിയൻസസ് ഈ പടം നല്ല രീതിയിൽ വലിയൊരു സക്സസ് ആക്കി മാറ്റുന്നു. അതിനുള്ളതുണ്ട് ഈ പടം. നമ്മൾ ഈ പല ഫാൻ ഫൈറ്റുകളും നമ്മൾ കാണാറുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിട്ട് വരിക. പല സ്ഥലത്തും നമ്മൾ ഷോക്കാവും. പല സ്ഥലത്തും ഞാനിങ്ങനെ ചെവിടെല്ലാം പൊത്തിയിട്ടില്ല തോന്നിന്. അങ്ങനത്തെ പല സാധനങ്ങൾ. ഒരു ഹൊറർ പടം നമുക്ക് ടിപ്പിക്കൽ ആയിട്ടുള്ളതല്ലാതെ ഹൊറർ പടം നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കണ്ടിട്ട് ഒരു 2 മണിക്കൂർ കണ്ടിട്ട് വരാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കൂടെ ഉണ്ടായ ഓഡിയൻസിനെയാണ്. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല പ്രീമിയർ ഷോക്ക് ഇത്രയും ആൾക്കാർ, അതും ഈ ചെന്നൈയിൽ ഒരു മലയാളം പടത്തിന് രാത്രിയെല്ലാം 9:00 ഷോ 10 മണിക്കുള്ള ഷോനെല്ലാം ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ പടം ഹൗസ്ഫുള്ളായിരുന്നു. അത് മലയാളീസും ഉണ്ടായിരുന്നു, തമിഴ് ഓഡിയൻസസും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് ഇവരോടുള്ള റെസ്പെക്ട് എന്നാ തോന്നിയെന്ന് വെച്ചാൽ ഫസ്റ്റ് പടം തുടങ്ങിയപ്പം പ്രണവിൻ്റെ ആ ഓപ്പണിംഗ് സീൻ ഞാൻ പറഞ്ഞല്ലോ, പ്രണവിനെ വിചാരിക്കാത്ത രീതിയിലൊരു ഓപ്പണിംഗ് സീൻ, അതൊക്കെ തുടങ്ങിയാലോ കുറച്ച് ഒച്ചപ്പാടാക്കൽ, വിസിലടി എന്ന് പറയാൻ പറ്റില്ല, കളിയാക്കുന്ന രീതിയിലെ സംസാരം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മളെല്ലാവരും പടത്തിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഒച്ചപ്പാടാക്കുവോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കഥ പറയോ, അതുവരെ ഓരോരുത്തർ ഫോണൊക്കെ നോക്കുന്നുണ്ടായിന്. പിന്നെ ഈ കഥയിലേക്ക് കയറിയതിന് ശേഷം പിന്നെ ആരും ഫോൺ നോക്കുന്നില്ല, ഒന്നും. എല്ലാ പടത്തിലും നമ്മൾ കാണുന്നതാണ് ഫോൺ നോക്കുന്നതും സ്നാപ്പ് അയക്കേണ്ട തിരക്കുകളും ഒച്ചപ്പാടാക്കലും. പിന്നെ കുറേ എണ്ണം ഉണ്ടാവുമല്ലോ, വിസിലടിക്കൽ, മറ്റേതാക്കൽ. അങ്ങനത്തെ ഒന്നും ചെയ്യാൻ ഈ പടത്തിൽ പറ്റൂല. നമ്മൾ ആ പടത്തിൽ അങ്ങനെ ഇരുന്ന് പോകും. ആ ഓഡിയൻസ് അതേപോലെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് അവരോടൊക്കെ റെസ്പെക്ട് തോന്നി. അല്ലാണ്ട് നമ്മളിപ്പം ഇത് സത്യം പറഞ്ഞ ഒരു ക്രൗഡിൻ്റെ ഒപ്പം കാണേണ്ട പടമല്ല. എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ ഒപ്പം ഉണ്ടായ ക്രൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പടം എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ കാണുന്ന ആൾക്കാരായിരുന്നു. നിങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആളൊന്നും വരാതെ നല്ല സൗണ്ട് മിക്സിങ്, നല്ല ഡോൾബി സിസ്റ്റം ഒക്കെ ഉള്ള തിയേറ്ററിൽ പോയിട്ട് ഈ പടം കാണാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അല്ലാണ്ട് ഈ വിസിലടിക്കുന്ന ആൾക്കാർപ്പുറം, ഒച്ചപ്പാടാക്കുന്ന വെറുതെ കമൻ്റ് അടിക്കുന്ന ആൾക്കാർപ്പുറം പോയിരുന്നു കഴിഞ്ഞാൽ ഈ പടം ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഹൻലാലിൻ്റെ DP, ഈ എല്ലാവരും ചുവപ്പ് കളർ DP ഇട്ടപ്പോൾ മോഹൻലാൽ DP ഇട്ടായിരുന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ ക്യാമിയോ ഉണ്ടാകുന്നല്ല നമ്മൾ വിചാരിച്ചത്. അങ്ങനത്തെ സാധനം ഈ പടത്തിലില്ല കേട്ടോ, അതൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. പക്ഷേങ്കിൽ നമുക്ക് പല സ്ഥലത്തും മോഹൻലാൽ നിന്ന് നോക്കുന്ന പോലെയും മോഹൻലാൽ തിരിയുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. പ്രണവ് പക്ക മോഹൻലാലാടോ, എന്താ പറയണ്ട, മോഹൻലാൽ തന്നെ.
സ്ക്രീനിൽ കാണുമ്പോൾ അനക്ക് പല സ്ഥലത്ത് നമ്മളെ ലാലേട്ടനെ കണ്ട പോലെ തന്നെ തോന്നി. വാവ്, മോഹൻലാലിൻ്റെ കഴിവെല്ലാം പ്രണവിനും കിട്ടിയിട്ടുണ്ട്. അത് യൂസ് ചെയ്യാൻ ഇനി വരുന്ന പല ഡയറക്ടറിനും പറ്റട്ടെ. നല്ലൊരു കലാകാരൻ തന്നെയാണ് പ്രണവും. പ്രണവ് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. വലിച്ചു വാരി പടമൊന്നും ചെയ്യാണ്ട് കൊല്ലത്തിലൊന്നോ അങ്ങനെയൊക്കെ ഒരു പടം കഴിയുമ്പോൾ നമുക്കും കാണുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാവും, നല്ല പടങ്ങളും ലഭിക്കും. അങ്ങനെ തന്നെ പ്രണവിന് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. നല്ല രീതിയിലുള്ള ഒരു നല്ല കാലിബറുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഇനി പറയാനുള്ളൂ. ഇനി എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.